ഒക്കെ നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. So next we will be discussing about cyclic code. Cyclic code ആണ് അടുത്ത സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈക്ലിക് കോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പൊ അത് അവര് എക്സ്പ്ലനേഷൻ കുറെ ഉണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. സൈക്ലിക് കോഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു കോഡ് വേർഡ് ഉണ്ട്. സൈക്കിൾ അറിയാലോ നമുക്ക്, സൈക്കിൾ അല്ലെങ്കിൽ സർക്കിൾ ആലോചിച്ചാൽ മതി. എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ തുടക്കം അവസാനം ഇല്ല എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തും. അങ്ങനെയല്ലേ, റൊട്ടേഷൻ രീതിയിലാണ് സൈക്കിൾ ഇരിക്കുന്നത്. സൈക്ലിക് കോഡ് അതേപോലെ തന്നെയാണ്. സൈക്ലിക് കോഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോഡ് എനിക്കുണ്ട് 0, ഫോർ എക്സാമ്പിൾ ലെറ്റ് മൈ കോഡ് ബി 0111001. ഇതാണ് എന്റെ ഒരു കോഡ്. ഓക്കെ, അപ്പൊ ഇത് എന്റെ ഒരു കോഡാണ്. ഈ കോഡിനെ ഞാൻ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഇങ്ങനെ പോകും. ഈ 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ പോകും, ഈ 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ലാസ്റ്റ് 1 ആയിരിക്കും ഫസ്റ്റ് പൊസിഷനിലോട്ട് വരുന്നത്. ആ രീതിയിൽ റൊട്ടേഷൻ, ഇങ്ങനെയാണ് ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആദ്യത്തെ 0 ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, അടുത്തത് 1 ആവും, പിന്നെ ഒരു ഷിഫ്റ്റ്, ഒരു ബിറ്റ് ഷിഫ്റ്റിംഗ് റൈറ്റ് സൈഡിലോട്ട് ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോ ആദ്യത്തെ ബിറ്റിന്റെ പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കും. അവിടെയാണ് ഈ ലാസ്റ്റ് ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് ബിറ്റിന് റൈറ്റ് ഇല്ല ഷിഫ്റ്റ് ചെയ്യാൻ, അത് നേരെ ഫസ്റ്റ് പൊസിഷനിലോട്ട് വരും. ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെ പോകും. അപ്പൊ ലാസ്റ്റ് ബിറ്റ് എത്തുമ്പോൾ ലാസ്റ്റ് ബിറ്റ് നേരെ ആദ്യത്തെ ആ ഷിഫ്റ്റ് ചെയ്ത വേക്കന്റ് ഇല്ലേ അവിടത്തേക്ക് പോകും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ കിട്ടുന്ന സാധനവും ഒരു കോഡ് വേർഡാണ്. ഒരു കോഡ് വേർഡ് 0111001 ആണ്. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായി മാറും. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ബിറ്റ് ഇങ്ങോട്ട് വരും. അപ്പൊ 1, പിന്നെ ബാക്കി ഷിഫ്റ്റിംഗ് 0111100. ഇത് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കോഡ് വേർഡ് അല്ലെങ്കിൽ കോഡ് വേർഡ്. അത് അടുത്ത കോഡ് വേർഡാണ്. അതേപോലെ ഇനി ഇത് ഒരു ഷിഫ്റ്റ് ചെയ്ത് ഇത് കിട്ടി. അപ്പൊ ഈ കിട്ടിയ സാധനത്തിനെ വീണ്ടും ഒരു ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് അടുത്തത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയാം, ആദ്യത്തേനെ ഒരു തവണ ഷിഫ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി, 2 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്താൽ 3ാമത് കിട്ടും. അങ്ങനെ എല്ലാ ബിറ്റ്സും നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സൈക്ലിക് കോഡ്. സൈക്ലിക് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഡ് വേർഡിന്റെ ബിറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അനദർ കോഡ് വേർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സൈക്ലിക് കോഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷിഫ്റ്റ് ചെയ്തപ്പോൾ C2 കിട്ടി, 2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ C3 കിട്ടി. അപ്പൊ 2 ഷിഫ്റ്റ്, C1നെ 2 ഷിഫ്റ്റ് ചെയ്താൽ C3 കിട്ടും. വേറൊരു രീതി പറഞ്ഞാൽ C1നെ ഒരു ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് C2 കിട്ടിയത്. ആ C2നെ വീണ്ടും ഒരു ഷിഫ്റ്റ് കൂടെ ചെയ്താൽ C3 കിട്ടും. ആ C3യെ ഒരു ഷിഫ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? C4 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 1നെ ഒരു ഷിഫ്റ്റ് ചെയ്താൽ C2, 1നെ 2 ഷിഫ്റ്റ് ചെയ്താൽ C3, 1നെ 3 ഷിഫ്റ്റ് ചെയ്താൽ C4. ആ രീതിയിൽ ഇങ്ങനെ കിട്ടിപ്പോകും. അപ്പൊ അങ്ങനെ കിട്ടുന്ന എല്ലാ കോഡ് വേർഡും മറ്റൊരെണ്ണത്തിന്റെ ഷിഫ്റ്റിംഗ് സാധനമായിരിക്കും. അതായത് C1 to C8 കോഡ് ഉണ്ടെങ്കിൽ C1നെ ഷിഫ്റ്റ് ചെയ്താൽ C2 കിട്ടും, C2നെ ഷിഫ്റ്റ് ചെയ്താൽ C3, C3യെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ C4, C4നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ C5, അങ്ങനെ കിട്ടുന്ന C8. ഈ C8നെ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും C1 തന്നെ കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ കിട്ടുന്ന കോഡിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് സൈക്ലിക് കോഡ്. അപ്പൊ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് സൈക്ലിക് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ C=D/G എന്ന് എഴുതിയില്ലേ, സെയിം സിമ്പിൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ടെക്സ്റ്റില് V എന്നുള്ള രീതി കിടക്കുന്നതുകൊണ്ട് ഞാൻ സെയിം V ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇല്ലെങ്കിൽ എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച സിയുടെ സ്ഥാനത്ത് V. ഞാൻ അന്നേ പറഞ്ഞു C തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇഷ്ടമുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. നമുക്കറിയാം കോഡ് വേർഡ് D എന്ന് വെച്ചാൽ നമ്മളെ മെസ്സേജ് സിഗ്നൽ, അതിന് മാറ്റമൊന്നുമില്ല. ഇൻറ്റു ജനറേറ്റർ മെട്രിക്സ് ഒക്കെ ജനറലി G തന്നെ ആയിരിക്കും, മാറ്റമില്ല. മെസ്സേജ് മിക്കവാറും D ആയിരിക്കും. ഇനി ഇത് പല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സിയുടെ സ്ഥാനത്ത് V ആണ് യൂസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സിയുടെ സിമ്പിളിന്റെ സ്ഥാനത്ത് V. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V D/G. നമ്മൾ പ്രീവിയസ് വീഡിയോസ് കണ്ടവരെ വെച്ചിട്ട് പറയുന്നതാണ്. അപ്പം D/G ആവും. സിയുടെ സ്ഥാനത്ത് V കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. കോഡ് വേർഡിനെ ഇവിടെ V കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എക്സാമിനൊക്കെ തന്നെ പല രീതിയിൽ വരാം,
അപ്പൊ നിങ്ങൾ അത് എന്താണെന്ന് മാത്രം തിരിച്ചറിയുക. കോഡ് വേർഡിന് സി ഉപയോഗിക്കാം, വി ഉപയോഗിക്കാം. മെസ്സേജിന് ഇപ്പൊ ഞാൻ ഡി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെസ്സേജിന് വേണമെങ്കിൽ എം യൂസ് ചെയ്യുന്ന കേസ് ഉണ്ട്. അപ്പൊ സിമ്പിളിന് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ അത് എന്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ടി ഈസിക്കൽ ടു എ ഇൻറ്റു ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ടി എന്ന് വെച്ചാൽ അവിടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മളെ കോഡ് വേർഡ് തന്നെയാണ് ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എന്ന് വെച്ചാൽ മെസ്സേജിനെ അവിടെ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറേറ്റർ മെട്രിക്സ് ജി തന്നെയായിരുന്നു എല്ലായിടവും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സിമ്പിളിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അപ്പൊ ഇവിടെ കോഡ് വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന വി ആയിട്ടാണ്, ശ്രദ്ധിക്കുക, ഇവിടെ കോഡ് വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന വി ആയിട്ടാണ്. ഇതിന് പകരം സി ഉപയോഗിച്ചാലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ടെക്സ്റ്റ് ഫോളോ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ വി ആയതുകൊണ്ട് ഞാനും വി തന്നെ ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ സി വി ഇസിക്കൽ ടു V0 V1 V2 എക്സെട്രാ ടു Vn-1 ഫസ്റ്റ് കോഡ് വേർഡ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ലീനിയർ ബ്ലോക്ക് കോഡിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസം എന്നുള്ളതാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ലീനിയർ ബ്ലോക്ക് കോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ D1 D2 D3 എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് ഇവിടെ അപ്പൊ അതിന് വരെ എന്ത് കിട്ടും? D0 D1 D2 D3 എണ്ണം എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിരിക്കുന്നതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. കുറച്ച് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനറേറ്റർ മെട്രിക്സിന്റെ ഒക്കെ ഇക്വേഷൻ പഠിക്കാൻ ഇതാണ് എളുപ്പം. നമുക്കിപ്പോ D1 എന്നുള്ള സ്ഥാനത്ത് D0 യൂസ് ചെയ്യുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഇവിടെ V0 V1 V2 എക്സെട്രാ അപ് ടു Vn-1. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കോഡ് വേർഡിന്റെ ലെങ്ത് n ആണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവസാനത്തത് എന്തായിരിക്കും? n ആയിരിക്കില്ല, n-1. ജനറൽ ഇക്വേഷൻ അത്രേ ഉള്ളൂ. ഓക്കെ. ജനറൽ ഇക്വേഷൻ n-1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അപ്പോ ഇവിടെ 0 to n-1 ആണ്. അപ്പൊ അത് ഓർക്കാൻ വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. ടെക്നിക് അല്ല, സൈക്ലിക് അല്ലെ? നമുക്ക് സൈക്ലിക് അറിയുമ്പോൾ അറിയാം, സൈക്കിൾ അല്ലെങ്കിൽ റൗണ്ട്. അപ്പൊ ആ റൗണ്ട് ആകുമ്പോൾ ആ വട്ടമായ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് ഓർത്താൽ മതി. അപ്പൊ തിരിയത്തില്ല. ബാക്കിയുള്ളത് 1-ൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സൈക്ലിക് ആകുമ്പോൾ നമുക്കറിയാം, സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് സാധനം ഓർമ്മ വരും. അപ്പൊ റൗണ്ട് ആകുമ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് ഉപകരിക്കും. ഇനി ഇതാണ് നമ്മൾ ആദ്യത്തെ കോഡ് വേർഡ് എന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ ഇപ്പൊ C1 C2 എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വി ജനറലി അവര് ആ കോഡ് വേർഡിനെ വി ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. സൈക്ലിക് കോഡ് വേർഡിനെ വി ആയിട്ടാണ്. ഇനി നമ്മളപ്പോ വി കണ്ടോ, വി ഇസിക്കൽ ടു DG വെച്ചിട്ടായിരിക്കും ഇനി പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു കാര്യം ഓർക്കുക, ഇവിടെ സി പറഞ്ഞിട്ട് തന്നെയാണ് അവർ വി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഓർക്കേണ്ടത് എന്താണ്? സി ആൻഡ് വി ക്യാൻ ബി യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി. സി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വി തന്നെ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് നമ്മളെ ചോയ്സ് ആണ്. ഇവിടെ വേണമെങ്കിൽ വിക്ക് വരെ സി ഇസിക്കൽ ടു C0 C1 C2 എക്സെട്രാ ടു നമ്മൾ പഴയത് പറഞ്ഞതുപോലെ Cn അല്ല, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് Cn-1 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. സിമ്പിൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ശരി. അപ്പൊ അടുത്ത ഒരു ഷിഫ്റ്റ് ചെയ്തു, അതിനെയാണ് ഈ വി സൂപ്പർസ്ക്രിപ്റ്റ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. വി സൂപ്പർസ്ക്രിപ്റ്റ് 1 എന്ന് വെച്ചാൽ വി ഷിഫ്റ്റഡ് 1 ബിറ്റ്. വി ഷിഫ്റ്റഡ് 1 ബിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് സംഭവിക്കും? V0 V1 V2 എക്സെട്രാ അപ് ടു ആകുമ്പോൾ എന്ത് സംഭവിക്കും? V0 V1-ലോട്ട് പോവും, V1 V2-ലോട്ട് പോവും, V2 V3-ലോട്ട് പോവും, എക്സെട്രാ അപ് ടു Vn-1 പോകാൻ ഈ ഒഴിഞ്ഞ V0-ലോട്ട് വരും. അപ്പൊ ഈ കോഡ് എങ്ങനെയായി മാറും? ആദ്യത്തെ Vn-1 ആവും, രണ്ടാമത് V0 അല്ലേ അടുത്ത പൊസിഷനിലോട്ട് പോയത്. സോ അടുത്ത V0, അടുത്ത V1, അടുത്ത V2 എക്സെട്രാ അപ് ടു V. ലാസ്റ്റ് ബിറ്റ് n-1 ഇവിടെ പോയി. അപ്പൊ അതിന് മുമ്പത്തെ ബിറ്റ് ഏതായിരുന്നു? n-2 ആയിരിക്കും അല്ലെ? 0 എക്സെട്രാ അപ് ടു ലാസ്റ്റ് n-1. n-1-ന് മുമ്പുള്ളത് എന്തായിരിക്കും? n-2 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സിമിലർലി അടുത്ത വിയെ 2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, വിയെ ഒരു ഷിഫ്റ്റ് ചെയ്തപ്പോൾ V1 കിട്ടി. ആ V1-ന് V-1-ന് ഒരു ഷിഫ്റ്റും കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് V-2 കിട്ടുന്നത്. ഈ 2ഉം 1ഉം ഒക്കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. എത്ര നമ്പർ ഓഫ് ഷിഫ്റ്റ് എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ n-2, അപ്പൊ നമ്മൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഈ n-2 ഇനി വരും, പിന്നെ n-1 അടുത്ത പൊസിഷനിലോട്ട് പോകും,
V0 അടുത്ത പൊസിഷൻ, V1 അടുത്ത പൊസിഷൻ, അങ്ങനെ ആ രീതിയിലായിരിക്കും പോകുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എക്സെട്ര അപ് ടു ജനറൽ കേസ് V റൈസ് ടു ഷിഫ്റ്റ് I ഷിഫ്റ്റ് ആണുള്ളതെങ്കിൽ നമുക്കറിയാം 1 ഷിഫ്റ്റ് ആയപ്പോൾ n-1, 2 ഷിഫ്റ്റ് ആയപ്പോൾ n-2, I ഷിഫ്റ്റ് ആകുമ്പോൾ n-I അങ്ങനെ എഴുതി. ജനറൽ കേസ്. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം അവിടെ ഈ സിമ്പിൾസ് ഒന്നും നോക്കണ്ട, നമുക്ക് ഉള്ള സ്ഥാനം തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മെട്രിക്സ് ഫോം ആകുമ്പോൾ എക്സ് എന്നുള്ള ടേം വെച്ച് എഴുതാം അല്ലെ, പോളിനോമിയൽ ഫോം എന്ന് പറയാം. അപ്പോൾ മെട്രിക്സ് ഫോമിൽ എഴുതണം, അപ്പൊ അതിന് മുമ്പ് പോളിനോമിയൽ റെപ്രസെന്റേഷൻ അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് എക്സിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജനറൽ ഇക്വേഷൻ വിയിൽ നിന്ന് തുടങ്ങാം. ബി ഇൻ ടേംസ് ഓഫ് എക്സ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഓഫ് എക്സ് ഇസിക്കൽ ടു, അത് ഓർക്കുക, വി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് സിമ്പിൾ അത് തന്നെ, V0 പ്ലസ് V1x പ്ലസ് V2x² പ്ലസ് എക്സെട്ര അപ് ടു ലാസ്റ്റ് എലമെന്റ് എന്താണ്? Vn-1 x n-1, Vn-1 x n-1. മനസ്സിലായോ? ഈ 0 തൊട്ട് എഴുതിയ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ കണ്ടിരിക്കുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. കാരണം നോക്കിയേ, V0 x raised to 0, x raised to 0 1, അതുകൊണ്ട് V0 വന്നു. V1 x raised to 1, V1 x raised to 1 ആകുമ്പോൾ V1x, V2 x raised to 2, 2 വരുമ്പോൾ 2, 1 വരുമ്പോൾ 1, എക്സെട്ര അപ് ടു അപ്പൊ n-1 വരുമ്പോൾ n-1. അപ്പൊ നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു ഗുണം ഇതാണ്, എക്സ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. ജനറൽ കേസ് ആണ്. ഇനി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതിന് വ്യത്യാസം വരും എങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഈ പറഞ്ഞ കണക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1-0-0-1-0 എന്നൊരു കോഡാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം 1 + 0 × x + 0 × x² + 1 × x³ + 0 × x raised to 4. ആ രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് എഴുതി പോകാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇക്വേഷൻ പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ പാടായിട്ട് അല്ലെ, കുറച്ച് സിമ്പിൾസ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പോ ആദ്യത്തത് എഴുതാൻ കണ്ടോ വളരെ എളുപ്പമായി. അതുകൊണ്ടാണ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്തത്. 0 ആകുമ്പോ V0യുടെ കൂടെ ഏത് വരും? x raised to 0, V1ന്റെ കൂടെ x raised to 1, V2ന്റെ കൂടെ x raised to 2. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ലാസ്റ്റ് കണ്ട് എന്താണ്? Vn-1ന്റെ കൂടെ x raised to n-1. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓർക്കുക. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് സാധനത്തിന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എഴുതാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് അറിയാലോ? ഷിഫ്റ്റ് ചെയ്ത ആ സിമ്പിൾ ആദ്യം എഴുതുന്നിരിക്കുന്നത് കണ്ട. V1 എന്ന് വെച്ചാൽ എന്താണ്? n-1 0 1 2 എക്സെട്ര അപ് ടു n-2 അല്ലോ. അത് ആദ്യം ഓർക്കുക, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനം കിട്ടിയ ആദ്യത്തത് എന്താണ്? ആദ്യത്തെ അതേപോലെ എഴുതും Vn-1 x raised to 0 അല്ലെ, ആദ്യത്തെ എലമെന്റിന്റെ കൂടെ x raised to 0. അപ്പൊ Vn-1 തന്നെ കിട്ടും. അടുത്ത എന്ത് കിട്ടും? രണ്ടാമത്തെ ഏതാണ്? V0. ഇവിടെ 0 നോക്കണ്ട, ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആദ്യത്തെ എലമെന്റ് x raised to 0, രണ്ടാമത്തെ x raised to 1, മൂന്നാമത്തെ x² വരും. മനസ്സിലായ? 0 1 2 അപ്പൊ x² വരും. അപ്പൊ ആ രീതിയിലായിരിക്കും പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ Vn-1 പ്ലസ് V0x പ്ലസ് V2x². ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നെങ്കിലും നമ്മൾ ഇത് ഇപ്പൊ ഒരു സിമ്പിൾ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടെന്ന് നോക്കിയാൽ ഇതാണ് V. ഇതിന്റെ എക്സിന്റെ ഫോമിൽ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 1 + 0x പ്ലസ് 1 + 0x പ്ലസ് 0x² പ്ലസ് 1x³ പ്ലസ് 1x raised to 4. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി വിയുടെ പോളിനോമിയൽ ഫോമിലോട്ട്. അടുത്ത ഇതിന്റെ ഫസ്റ്റ് ഷിഫ്റ്റിനെ എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് ഷിഫ്റ്റ് ആദ്യം എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ 1 ഇപ്പുറത്തോട്ട് പോകും, 0 ഇപ്പുറത്തോട്ട് പോയി, അടുത്ത 0 ഇപ്പുറത്തോട്ട് പോയി, അടുത്ത 1 ഇപ്പുറത്തോട്ട് പോയി, ഈ അവസാനത്തെ 1 ആദ്യത്തിലോട്ട് വന്നു. അപ്പൊ ദിസ് വിൽ ബി ദി ഷിഫ്റ്റഡ്. അപ്പോ ഷിഫ്റ്റഡ് കോഡ് ഇതായിരിക്കും. ഇതിൽ നിന്ന് എഴുതാൻ എന്താ ബുദ്ധിമുട്ട്? ആദ്യത്തത് 1 +
അടുത്ത 1 പ്ലസ് 1 into x plus 0 into x square plus 0 into x cube plus 1 into x raised to 4. അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മള് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അയ്യോ കൺഫ്യൂഷൻ തോന്നും. പക്ഷെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ആദ്യം ഷിഫ്റ്റഡ് സാധനം എഴുതുക. ഷിഫ്റ്റഡ് സാധനം എഴുതിയിട്ട് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ സിമിലർലി വി ഐ ഓഫ് എക്സ്, അപ്പൊ 1 എഴുതി 2 എഴുതി. അപ്പൊ 1 ആയപ്പോ ഇവിടെ n-1, അപ്പൊ ഐ ഓഫ് എക്സ് ആകുമ്പോ 2 ആയപ്പോ n-2, ഐ ആയപ്പോ n-i. ഇത് നെക്സ്റ്റ് എലമെന്റ് നോക്കാം അല്ലെ. നെക്സ്റ്റ് എലമെന്റ് n-2 n-1 ആ രീതി പോകണം. അപ്പൊ n-i n-i പ്ലസ് 1 അല്ലെ. -2ന്റെ അവിടെ +1 ആയപ്പോഴല്ലേ -1 വന്ന ആ രീതിയിൽ ജനറൽ ഇക്വേഷൻ എഴുതി പോവുക. ഓക്കെ. അതേപോലെ ഇവിടെ 1 വന്നു. വി ഓഫ് 1 വന്നപ്പോൾ ലാസ്റ്റ് എലമെന്റ് എന്തായിരുന്നു? n-2. ജനറൽ ഇക്വേഷൻ എഴുതാൻ ചോദിക്കത്തില്ല. ചോദിച്ചാൽ ജസ്റ്റ് നമ്മൾ നോക്കുക. 1 വന്നപ്പോൾ n-2 നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി അല്ലേ. അപ്പൊ 2 വന്നപ്പോൾ n-3. അപ്പൊ i വന്നപ്പോ n-i-1 ആ രീതിയിൽ വരും. ലാസ്റ്റ് എലമെന്റ് എല്ലാവരും x raised to n-1 x raised to n-1. ഫസ്റ്റ് എലമെന്റ് ഇങ്ങനെ വന്ന് രണ്ടാമത്തെ അവിടെ എല്ലാ x, രണ്ടാമത്തെ അവിടെ എല്ലാ x. അപ്പൊ അത് എഴുതുന്നതിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് എഴുതുന്ന അവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് കോഡ് ആണ് പറയുന്നത്. സൈക്ലിക് കോഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ആദ്യത്തത് ഒരു n,k സൈക്ലിക് കോഡ് ആണെങ്കിൽ അവിടെ ഒരു ജനറേറ്റർ പോളിനോമിയൽ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ജനറേറ്റർ മെട്രിക്സും ഉണ്ടല്ലോ. ജനറേറ്റർ മെട്രിക്സും ജനറേറ്റർ പോളിനോമിയലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോളിനോമിയൽ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ജനറേറ്റർ കോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജനറേറ്റർ മെട്രിക്സ് തന്നെയാണ്. അതിന്റെ ഡിഗ്രി n-k ആയിരിക്കും. അത് ഓർക്കേണ്ട കാര്യമാണ്. അതിന്റെ ഡിഗ്രി എത്രയാണ്? n-k ആണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-k, അതായത് അതിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഡിഗ്രി എന്തായിരിക്കും? n-k ആണ്. ആണല്ലോ. അത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോ g ഓഫ് x എങ്ങനെ എഴുതാം? പഴയതുപോലെ തന്നെ ഇവിടെ എല്ലാം സൈക്ലിക് ആകുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുക. g0 g1x അതൊന്നും ബുദ്ധിമുട്ടില്ല. g2x² പ്ലസ് എക്സെട്രാ അപ് ടു ലാസ്റ്റ് ഡിഗ്രി n-k ആണ്. അപ്പം g0 x raised to 0, 1 x raised to 1, 2 x². നമുക്ക് ഇവിടെ പഠിച്ചത് വെച്ച് തന്നെ ലാസ്റ്റ് ഡിഗ്രി എന്താണ്? ഹാവിങ് എ ഡിഗ്രി n-k അല്ലെ. ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് എഴുതാം g of n-k. കാരണം 0യുടെ കൂടെ 0 x raised to 0, 1ന്റെ കൂടെ x raised to 1, 2ന്റെ കൂടെ x², 3യുടെ x³ 4 x raised to 4. അപ്പൊ n-k xg n-k. അപ്പൊ അത് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇവിടെയും നമുക്ക് മനസ്സിലായി 0 എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം അല്ലെ. കാരണം നമുക്ക് കൂടെ വരുന്ന സാധനം എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഓക്കെ. ചില ടെക്സ്റ്റ് ബുക്കിൽ 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം നമ്മൾ ഇവിടെ എഴുതുമ്പോൾ g1 പ്ലസ് g2x g3 x² ആ രീതിയിൽ. അപ്പൊ ഇവിടെ എക്സ് n-k അവിടെ വരുന്ന gn-k പ്ലസ് 1 ആ രീതിയിൽ വരുന്നു. നോക്കട്ടെ. 0 ഓക്കെ. 1 ആവുമ്പോ x 0 ആയി, 2 ആയപ്പോൾ x 1 ആയി, 3 ആയപ്പോൾ ഓക്കെ 1 2 3 എക്സിന് ഒരെണ്ണം കുറവ് അല്ലെ. അപ്പോ ഇത് x n-k ആകുമ്പോൾ gn-k പ്ലസ് 1 വരും. ഒരെണ്ണം കൂടുതലായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ അത് പഠിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തത്. ശരി. ഇവിടെ ഒരു ജനറേറ്റർ പോളിനോമിയൽ g ഓഫ് x കിട്ടും എന്ന് പറഞ്ഞു. ഇതൊരു ഫാക്ടർ ഓഫ് x n+1 ആണ്. x റൈസ് ടു n+1ന്റെ ഫാക്ടർ. n-k യുടെ വാല്യൂ n-ന്റെ വാല്യൂ 7 ആണെങ്കിൽ n-k തന്നിരിക്കും അല്ലെ. n-ന്റെ വാല്യൂ 7 ആണെങ്കിൽ ഈ ജനറേറ്റർ മെട്രിക്സ് ഈസ് എ ഫാക്ടർ ഓഫ് x റൈസ് ടു 7 പ്ലസ് 1 ആയിരിക്കും. x റൈസ് ടു 7 പ്ലസ് 1ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും g ഓഫ് x ജനറേറ്റർ മെട്രിക്സ്. അപ്പോ ജനറേറ്റർ മെട്രിക്സ് അതിന്റെ ഒരു ഫാക്ടർ ആണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒരു ഇപ്പോൾ 12ന്റെ ഒരു ഫാക്ടർ ആണ് 3 എന്ന് നമുക്കറിയാം അല്ലെ. 12ന്റെ ഒരു ഫാക്ടർ ആണ് 3. അതിന്റെ അർത്ഥം എന്താണ്? 3യുടെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 12 കിട്ടുന്നത് എന്നാണല്ലോ. 12ന്റെ ഒരു ഫാക്ടർ ആണ് 3 എന്ന് പറയുമ്പോൾ 3യുടെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അത് ചിലപ്പോൾ 3 ആയിരിക്കാം, വേറെ ആയിരിക്കും. അപ്പൊ ഇവിടെ 4 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ ജനറേറ്റർ മെട്രിക്സ് x റൈസ് ടു n+1ന്റെ ഒരു ഫാക്ടർ ആണ്
ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ജനറേറ്റർ മെട്രിക്സിന്റെ കൂടെ വേറെ എന്തോ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് x⁻n+1 ആണ്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം നമ്മൾ പണ്ട് പഠിച്ച ഒരു സാധനമായിട്ട് ബന്ധമുണ്ട്. ഇറ്റ് ഈസ് ദി പാരിറ്റി ചെക്ക് പോളിനോമിയൽ. അതിന്റെ ഡിഗ്രി k ആണ്. പാരിറ്റി ചെക്ക് പോളിനോമിയൽ ആണ്, അതിന്റെ ഡിഗ്രി k ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ജനറേറ്റർ മെട്രിക്സിന്റെ ഡിഗ്രി n-k ആണെന്നുള്ളതും ജനറേറ്റർ മെട്രിക്സ് ഈസ് എ ഫാക്ടർ ഓഫ് x⁻n+1 എന്താണ് പാരിറ്റി ചെക്ക് പോളിനോമിയലിന്റെ ഡിഗ്രി k ആണെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പറയുന്നത് പോലെയാണ്. സൈക്ലിക് കോഡ് ജനറേറ്റർ മെട്രിക്സ് ഈസ് എ ഫാക്ടർ ആണ്. അപ്പൊ ജനറേറ്റർ മെട്രിക്സ് ആണ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് കോഡ്. നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ തന്നെയാണ് ജനറേറ്റർ മെട്രിക്സ് വെച്ചിട്ടാണ് സൈക്ലിക് കോഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ വി ആണെങ്കിൽ വി ഓഫ് എക്സ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മളെ മെസ്സേജ് ഡി ഓഫ് എക്സ് ഇൻറ്റു ജനറേറ്റർ മെട്രിക്സ്. അപ്പൊ ഇവിടെ പോളിനോമിയൽ ഫോം ആണ്. അപ്പൊ ജനറേറ്റർ മെട്രിക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ഡി ആണ്, ഡി ഫോർ മെസ്സേജ് സിഗ്നൽ ഡി ഓഫ് എക്സ്. അപ്പൊ ഇത് തന്നെയാണ് ഈ ഇക്വേഷൻ. അവരൊന്ന് സെന്റൻസ് ബൈ സെന്റൻസ് ആയി പറഞ്ഞതേ ഉള്ളൂ. വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, അതാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെ മെസ്സേജ് സിഗ്നൽ എഴുതുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം മെസ്സേജ് നമുക്കറിയാം എത്ര മെസ്സേജ് ബിറ്റ്, പഴയ സാധനം തന്നെയാണ്. മെസ്സേജ് ബിറ്റ് വിൽ ബി k അല്ലെ, n,k ആണ് അതിന്റെ സൈക്ലിക് കോഡെങ്കിൽ k വിൽ ബി ദി നമ്പർ ഓഫ് മെസ്സേജ് ബിറ്റ്സ്. k വിൽ ബി ദി നമ്പർ ഓഫ് മെസ്സേജ് ബിറ്റ്സ്. k മെസ്സേജ് ബിറ്റ് ആണെങ്കിൽ k ഇസ് ദി നമ്പർ ഓഫ് മെസ്സേജ് ബിറ്റ്. k മെസ്സേജ് ബിറ്റ് ആണെങ്കിൽ നമ്മള് സിമ്പിൾ എങ്ങനെ എഴുതാം? സിമ്പിൾ ഡി ഓഫ് എക്സ് ഇൻ പോളിനോമിയൽ ഫോം എങ്ങനെ എഴുതാം? പഴയതുപോലെ തന്നെ നമ്മളെ മെസ്സേജ് ബിറ്റ് തന്നിരുന്ന എല്ലാം ഇവിടെ സൈക്ലിക് ആയിട്ട് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. d0, അപ്പൊ മെസ്സേജ് ബിറ്റ് ഞാൻ ആദ്യം എഴുതാം. എങ്ങനെ നമ്മൾ എഴുതും? d0 ഇപ്പൊ k ആണ്, k ബിറ്റ് ആണ്. d0 d1 d2 എക്സെട്ര അപ് ടു dk എഴുതരുത്. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് k ആണ് ലെങ്ത് എങ്കിൽ ഇവിടെ എഴുതേണ്ടത് എന്താണ്? k-1. അപ്പൊ ഇതായിരിക്കും നമ്മളെ മെസ്സേജ് എന്ന് പറയുന്നത്, k-1. d0 d1 d2 എക്സെട്ര അപ് ടു dk-1 ആണ് മെസ്സേജ് സിഗ്നൽ. ഓർക്കുക, സൈക്ലിക് ആകുമ്പോൾ 0 നിന്ന് തുടങ്ങും. k ലെങ്ത് വരണമെങ്കിൽ k ബിറ്റ്സ് ആണ് മെസ്സേജ് ബിറ്റ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. n ഈസ് ദി ലെങ്ത് ഓഫ് കോഡ് വേർഡ്, അതിനും മാറ്റമില്ല. പഴയതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ആകെ വ്യത്യാസം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ d0 d1 d2 എക്സെട്ര അപ് ടു dk എഴുതിയെങ്കിൽ ഇവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. d1 d2 d3 എക്സെട്ര അപ് ടു dk-1 ആണ്. ഇങ്ങനെ ഒരു ബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പോളിനോമിയൽ ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. എന്താണ് ആദ്യത്തെ അതേപോലെ എഴുതുക, d0 പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കുക എക്സിന്റെ ജനറലി പറഞ്ഞോ d0 x⁻0, അത് തന്നെയാണ് d0. അങ്ങനെ ആലോചിച്ച് പോയാൽ മതി. d0യുടെ കൂടെ x⁻, ആ സാധനം കൂടെ വരും. d0 x⁻0 പ്ലസ് d1 x⁻1 പ്ലസ് d2 x⁻2 plus d3 x⁻3 etc. up to last element, which is the last element, dk-1 into x⁻k-1. So this will be the equation of our message, and a polynomial form of our message signal. But d of x അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ g of x അറിയാം എങ്കിൽ എങ്ങനെ കോഡ് വേർഡ് ഫോം ചെയ്യും? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. d of x into g of x will be giving our എന്ത് കിട്ടും? will be giving a code vector polynomial, അല്ലെങ്കിൽ കോഡ് വെക്ടർ നമുക്ക് കിട്ടും. This method generates നോൺ സിസ്റ്റമാറ്റിക് സൈക്ലിക് കോഡാണ്. ഇവിടെ സിസ്റ്റമാറ്റിക് അല്ല, നോൺ സിസ്റ്റമാറ്റിക് സൈക്ലിക് കോഡാണ് കിട്ടുന്നത്. This method generates non systematic cyclic code. സൈക്ലിക് കോഡിന്റെ നോൺ സിസ്റ്റമാറ്റിക് ഫോമാണ് ഇവിടെ കിട്ടുന്നത്. That means നമ്മൾ നേരത്തെ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കുക. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ പാർട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മെസ്സേജ് ആൻഡ് ദി റിമൈനിങ് വിൽ ബി റിഡൻഡന്റ് അല്ലെ. ആദ്യം മെസ്സേജ് അല്ലെങ്കിൽ അവസാനം മെസ്സേജും പിന്നെ റിഡൻഡന്റും ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്കൊരു സംശയം, നോൺ സിസ്റ്റമാറ്റിക് കിട്ടിക്കഴിഞ്ഞു. സിസ്റ്റമാറ്റിക് കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് സൈക്ലിക് കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം?
എക്സ് റൈസ് ടു എൻ മൈനസ് കെ ഡി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡി ഓഫ് എക്സ് നമുക്കറിയാം, നമ്മളെ സിമ്പൽ ആണ്. എക്സ് റൈസ് ടു എൻ മൈനസ് കെ ഡി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ജനറേറ്റർ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജനറേറ്റർ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന റിമൈൻഡർ, ആ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ജി എക്സ് ഓഫ് എൻ മൈനസ് കെ ഡി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ ആണ് റിഡൻഡന്റ് ബിറ്റിന്റെ കോഎഫിഷ്യന്റ്. ആ റിമൈൻഡർ ആണ് റിഡൻഡന്റ് ബിറ്റിന്റെ കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ റിഡൻഡന്റ് ബിറ്റ്. ആ കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമുക്ക് റിഡൻഡന്റ് ബിറ്റ് ആയിട്ട് എഴുതാക്കുന്നത്. ബാക്കി മെസ്സേജ് അല്ലെ. അപ്പൊ നമുക്ക് റിഡൻഡന്റ് ബിറ്റ് കിട്ടി സെപ്പറേറ്റ്. ഏത്? ഈ ഫോർമുല ഉപയോഗിച്ചപ്പോ റിഡൻഡന്റ് ബിറ്റ് കിട്ടി. മെസ്സേജ് നമ്മളെ കയ്യിൽ കാണാം അല്ലെ. ഫോർ എക്സാമ്പിൾ 101 ആണ് മെസ്സേജ് എങ്കിൽ മെസ്സേജ് കിട്ടി. ഈ പറഞ്ഞ എക്സ് റൈസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കിട്ടിയപ്പോ നമുക്ക് റിഡൻഡന്റ് ബിറ്റും കിട്ടി അല്ലെ. രണ്ടും കൂടെ കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് കോഡ് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സിസ്റ്റമാറ്റിക് കോഡ് വിൽ ബി ലൈക്ക് ദിസ്. വി ഈസ് ഈക്വൽ ടു 011 into 101. This will be our redundant bits and this will be our message. ഒരു കാര്യം ഓർക്കുക, ഇവിടെ മെസ്സേജ് സിഗ്നൽ അവസാനവും റിഡൻഡന്റ് ബിറ്റ് ആദ്യം എഴുതണം. ലീനിയർ ബ്ലോക്ക് കോഡിന്റെ കേസ് ഞാൻ പറഞ്ഞു, മെസ്സേജ് ബിറ്റ് ആദ്യം എഴുതാം, റിഡൻഡന്റ് ബിറ്റ് അവസാനം എഴുതാം. വേണമെങ്കിൽ തിരിച്ചു എഴുതാം. മെസ്സേജ് ബിറ്റ് ആദ്യം എഴുതാം, റിഡൻഡന്റ് ബിറ്റ് അവസാനം, അല്ലെങ്കിൽ റിഡൻഡന്റ് ആദ്യവും മെസ്സേജ് ബിറ്റ് അവസാനവും എഴുതാം. പക്ഷേ ഇവിടെ മെസ്സേജ് ബിറ്റ് അവസാനവും റിഡൻഡന്റ് ബിറ്റ് ആദ്യവും എഴുതണം. അതിന്റെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ, ഇതിന്റെ എൻകോഡിംഗ് സർക്യൂട്ട് നമുക്ക് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആവും. എൻകോഡിംഗ് സർക്യൂട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം മെസ്സേജ് സിഗ്നൽ ആണ് ആദ്യം വരുന്നത്. അതിൽ നിന്ന് ഫോം ചെയ്ത് റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്തിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് റിഡൻഡന്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലിയർ ആവും. ആ എൻകോഡിംഗ് സർക്യൂട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ വല്ല ഡൗട്ട് റിമെയിൻ ചെയ്യുന്നെങ്കിൽ അത് മാറും. കാരണം അവിടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സർക്യൂട്ടിലോട്ട് മെസ്സേജ് കൊടുക്കും. അത് പ്രോസസ് ചെയ്തിട്ടാണ് റിഡൻഡന്റ് ബിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണ്? മെസ്സേജ് കൊടുത്തിട്ടേ റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യാൻ പറ്റൂ, അല്ല വെയിറ്റ് ചെയ്യല്ല. മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറൊരു സർക്യൂട്ട് കൊടുത്തിട്ടാണ് അവിടെ റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആദ്യം എന്ന് വെച്ചാൽ ഈ അവസാനത്തെ ഈ കേസ് ഉണ്ടല്ലോ, അത് മെസ്സേജ് ബിറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം ഈ 1 പോവും, പിന്നെ ഈ 0 പോവും, പിന്നെ ഈ 1 പോവും. ആ സമയം കൊണ്ടായിരിക്കും റിഡൻഡന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മളെ ഈ 011. അപ്പൊ ഈ രീതിയിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം ഇവിടെ മെസ്സേജ് ആദ്യം അയക്കാക്കൂ. കാരണം മെസ്സേജ് അയച്ചിട്ട് ആ അയക്കുന്നതിനോടൊപ്പം തന്നെ ആ മെസ്സേജ് എടുത്ത് പ്രോസസ് ചെയ്താണ് റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോ ആദ്യം ഒരിക്കലും റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യാക്കത്തില്ല. മെസ്സേജ് ബിറ്റ് കഴിഞ്ഞിട്ടേ അവിടെ റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യാക്കും. അതുകൊണ്ടാണ് ഇവിടത്തെ കേസിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് മെസ്സേജ് ബിറ്റ് അവസാനം എഴുതുകയും റിഡൻഡന്റ് ബിറ്റ് ആദ്യം എഴുതുകയും ചെയ്യണം. മെസ്സേജ് ബിറ്റ് അവസാനമാണ് എഴുതുന്നത്, റിഡൻഡന്റ് ബിറ്റ് ആദ്യമാണ് എഴുതുന്നതെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം പോകുന്നത് ഈ 1 ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു സാധനം ട്രാൻസ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ആദ്യം പോണത് ഇവിടത്തെ ആദ്യത്തെ അല്ല, ഈ അവസാനത്തെ സാധനമാണ് ആദ്യം പോണത്, പിന്നെ ഈ സാധനം അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ അത് ഓർക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ എൻകോഡിംഗ് സർക്യൂട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് സൈക്ലിക് കോഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് വെച്ചിട്ട് സിസ്റ്റമാറ്റിക്കും നോൺ സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള കോഡ്സ് ഫോം ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഓർക്കുക. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ബാക്കി ഡീൽ ചെയ്യുന്നത്.